മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയുടെ മുഖ്യ നടത്തിപ്പ് നിർവഹിക്കുന്നത് CPM. സർവേയ്ക്കായി CPM സേന വീടുകളിലേക്ക് സർവേയ്ക്കായി ആളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുവാൻ ഇപ്പോൾ CPM തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് താഴെത്തട്ടിലേക്ക്. ജില്ലാ കമ്മിറ്റികൾക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിലാണ് ഈ പരാമർശമുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള LDFന്റെ സ്ക്വാഡ് വർക്കായിട്ട് ഈ സർവേയെ ഉപയോഗിക്കുവാനാണ് CPMന്റെ നിർദ്ദേശം. വിവരങ്ങൾ ദിഷ്ണ സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ദിഷ്ണ, ഈ സർവേ കൊണ്ട് സർക്കാർ പറഞ്ഞത് ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു സർക്കാരിൻ്റെ സർവേ എന്നതാണ്. എന്നാൽ ആ സർക്കാരിൻ്റെ സർവേ എന്ന പേരിൽ കേരളത്തിലെ വീടുകളിലേക്ക് അങ്ങനെ നൈസായിട്ട് കയറിക്കൂടുക, എന്നിട്ട് വോട്ടുമായി തിരിച്ചിറങ്ങുക, ഈ ലക്ഷ്യമാണോ ഇപ്പോൾ സഖാക്കൾക്കുള്ളത്? തീർച്ചയായും അത്തരത്തിലൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സർവേയിലാണ് ഇത്തരത്തിൽ CPM പങ്കെടുക്കുന്നത്. അതായത് പാർട്ടിയിൽ നിന്ന് ആളുകൾ പങ്കെടുക്കണമെന്നൊരു നിർദ്ദേശമുള്ളത്. ജില്ലാ കമ്മിറ്റിക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിലാണ് ഇത് വ്യക്തമായി പറയുന്നത് എന്ന് തന്നെയാണ്. പ്രധാനമായും LDF അനുകൂലികളെയാണ് ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടത് എന്നത് ഉൾപ്പെടെ ഈ കത്തിൽ പറയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികൾ, ഇത്രയും കാലം കൊണ്ട് നടത്തിയ വികസന പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ, ആ സർവേ നടത്തിപ്പിൽ തന്നെ പാർട്ടിയിലെ ആളുകൾ ഉൾപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള വീടുകൾ കയറിയുള്ള മറ്റൊരു തരത്തിലുള്ള വോട്ട് വാങ്ങുവാനുള്ള ഒരു പ്രചാരണ തന്ത്രമായി ഇത് മാറുന്നു എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും LDFന്റെ സ്ക്വാഡ് വർക്കായി ഇത് മാറുന്നു എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നാണ് ഈ സർവേ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാർച്ച് 31 വരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാർട്ടി നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും 20 കോടി രൂപ സർവേക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് പഞ്ചായത്ത് വാർഡിൽ നിന്ന് 6 പേരെയും നഗരസഭാ വാർഡിൽ നിന്ന് 8 പേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് വേണ്ടത് എന്നൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ക്വാഡ് രൂപീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥന് 2 സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീമിനെയും ഇതിനായി നിയോഗിക്കുമെന്ന് പറയുന്നു. ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും എന്നൊരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വികസന പദ്ധതികൾ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് നേടുവാനുള്ള ഒരു സ്ക്വാഡായി മാറുകയാണ് ഈ സേന എന്നൊരു വിമർശനമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനാൽ കാര്യമായ ജനപിന്തുണയൊന്നും തന്നെ CPMനും ഈ സർക്കാരിനും ഇല്ല. ജനരോഷമാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ ഭീകരവുമാണ്. അതിനാൽ തന്നെ ഈ നവകേരള സർവേ എന്ന പേരിൽ നടക്കുന്ന സർക്കാരിൻ്റെ സർവേയുടെ ഭാഗമാകുവാൻ LDFും CPMന്റെ അണികളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം എന്ന CPM ജില്ലാ കമ്മിറ്റികൾക്കും അതിന് താഴേക്കുള്ള അവരുടെ പാർട്ടി സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്നാണ് ദിഷ്ണ സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും